السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أما بعد. സ്നേഹമുള്ള ജനങ്ങളെ, റമളാനു ഷരീഫ് കടന്നു വരികയാണ്. ഈ സമയത്ത് മസ്അല സംബന്ധമായി നോമ്പിൻ്റെയും മുദ്ദിൻ്റെയും ഫിദിയയുടെയുമൊക്കെ മസ്അല സംബന്ധമായി പലപ്പോഴും പലരും സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗർഭിണികളുടെ നോമ്പ്, അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളുടെ നോമ്പ്, പിന്നെ അവർ ഫിദിയ കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള മസ്അലകൾ ചുറ്റിപ്പറ്റി പലപ്പോഴും പലതവണ ചോദ്യങ്ങളും മറ്റുമൊക്കെ വരാറുണ്ട്. അവരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ അത് സംബന്ധമായി ഉണർത്തുകയാണ്. ഗർഭിണിയായ പെണ്ണും അതുപോലെ മുലയൂട്ടുന്ന പെണ്ണും അവർക്ക് അവരുടെ ശരീരങ്ങളുടെ പേരിൽ ഭയപ്പെട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങളുടെ മേലിലും കുട്ടിയുടെ പേരിലും ഭയപ്പെട്ടു, അങ്ങനെ ഭയം വന്നാൽ അവർ നോമ്പെടുക്കേണ്ടതില്ല, മറിച്ച് നോമ്പ് ഖളാ വീട്ടിയാൽ മതി, അവർ ഫിദിയയും കൊടുക്കേണ്ടതില്ല. പിന്നെ ഫിദിയ കൊടുക്കൽ നിർബന്ധമായ ആളുകൾ ആരാണ്? ഈ സ്ത്രീകളിൽ അത് കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചവരായ സ്ത്രീകളാണ്. ആ കുട്ടിൻ്റെ കാര്യത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന വിഷയത്തിൽ ഭയപ്പെട്ടു. അല്ലാതെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരത്തിലേക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടല്ല, എന്നതുപോലെ തൻ്റെയും കുട്ടിയുടെയും പ്രശ്നത്തിൽ എന്തെങ്കിലും ഭയപ്പാടുണ്ടാകുമോ എന്നതുകൊണ്ടുമല്ല. രണ്ടാളുടെയും വിഷയത്തിൽ ഭയപ്പെട്ടതിന് വേണ്ടി നോമ്പ് മുറിച്ചാൽ ഫിദിയ കൊടുക്കേണ്ടതില്ല, നോമ്പെടുക്കാതിരുന്നാൽ. മറിച്ച് കുട്ടിയുടെ വിഷയത്തിൽ മാത്രം പേടിച്ചു എന്നാലാണ് ഫിദിയ കൊടുക്കേണ്ടത്. അപ്പോൾ സ്ത്രീയുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഭയപ്പെട്ടു, നോമ്പെടുത്താൽ അവൾക്ക് പ്രയാസങ്ങളുണ്ടാകും എന്ന് ഭയപ്പെട്ടാൽ അവിടെ ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ അവളുടെ ശരീരത്തിനുള്ള പ്രശ്നം കൊണ്ടും കുട്ടിയുടെ പേരിലുള്ള പ്രശ്നങ്ങളെ കൊണ്ടും കൂടിയാണ് അവൾ നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവിടെയും ഫിദിയ കൊടുക്കേണ്ടതില്ല. പിന്നെ ഫിദിയ വേണ്ടി വരൽ എവിടെയാണ്? ഈ കുട്ടിയുടെ വിഷയത്തിൽ മാത്രം പരിഗണിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ കാണാം. തുഹ്ഫ 3-ാം വാള്യം 441-ാമത്തെ പേജ്. അതിൽ ഇങ്ങനെ വിവരിക്കുന്നു: അമ്മൽ ഹാമിലു വൽ മുർളിഉ, ഗർഭിണിയും അതുപോലെ മുല കൊടുക്കുന്നവളും, ഫഇൻ അഫ്തറത ഖൗഫൻ അലാ നഫ്സിഹിമ, അവർ രണ്ടുപേരുടെയും വിഷയത്തിൽ ഭയപ്പെട്ടതുകൊണ്ട് അവർ രണ്ടുപേരും നോമ്പ് ഉപേക്ഷിച്ചാൽ. അവരുടെ ശരീരത്തിന് പേരിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വിശദീകരണം അർഹിക്കുന്നതാണ്. നോമ്പെടുത്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകും, തയമ്മം ഹലാലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഭയപ്പെട്ടാൽ വജബൽ ഖളാഉ ബിലാ ഫിദിയത്തിൻ, ഫിദിയ ഒന്നും ഇല്ലാതെ ഖളാ മാത്രം വീട്ടിയാൽ മതി, ഖളാ ആണ് അവിടെ നിർബന്ധമാവുക എന്നാണ് തുഹ്ഫ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗർഭിണിയായ പെണ്ണ് എന്ന് പറയുമ്പോൾ അതിനൊരു വിശദീകരണമുണ്ട്. ഗർഭം പല സൈസിലുള്ള ഗർഭം ഉണ്ടാകും. ഹലാലായ നിക്കാഹിലൂടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഗർഭമാണോ, അല്ലെങ്കിൽ ആ ഗർഭത്തിലുള്ള കുട്ടി മനുഷ്യൻ്റെ കുട്ടിയല്ല, വേറെ ഏതോ സാധനത്തിനായിട്ട് ബന്ധപ്പെട്ടതാണ്. കാലം കുഴപ്പമുള്ള കാലമാണല്ലോ. അപ്പോൾ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഗർഭിണിയായത്, വേറെ ഏതോ ജീവിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയാണെങ്കിലൊക്കെ തന്നെയും അവൾ ഗർഭിണിയാണല്ലോ എന്ന ആനുകൂല്യം അവിടെ ഉപയോഗപ്പെടുത്താം.
വ്യഭിചാരത്തിലൂടെ ഗർഭിണിയാണെങ്കിലും ഈ ആനുകൂല്യം ഉണ്ട്. അതുകൊണ്ട് വ്യഭിചാരത്തിലൂടെ ഗർഭിണിയാകാൻ പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ. അങ്ങനത്തെ സംഭവം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യക്കുട്ടിയല്ല ഗർഭത്തിലുള്ളത്, പട്ടിക്കുട്ടിയൊക്കെ പ്രസവിക്കണ്ടല്ലോ നമ്മളെ ആധുനിക കാലത്ത്. സ്ത്രീയും ഒരു ആൺനായും കൂടി ഇണചേർന്ന് അങ്ങനെ ഉണ്ടായാലൊരു കുട്ടി ഉണ്ടാവുമല്ലോ അതിൽ. ആ കുട്ടിയാണെങ്കിലും ശരി. വലാ ഫർഖ ഫിർ റളീഇ, ഇമാം ഷെർവാനി ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ വലൗ കാനൽ ഹംലു മിൻ സിനാ ഔ ബിഗൈരി ആദമിയ്യൻ, വ്യഭിചാരത്തിലൂടെ ഉള്ള ഗർഭമാണെങ്കിലും ശരി, അല്ലെങ്കിൽ മനുഷ്യൻ അല്ലാത്ത മറ്റ് ജീവികളെ കൊണ്ടിട്ടുണ്ടായ ഗർഭമാണെങ്കിലും ശരി, അവർക്കും ഈ ആനുകൂല്യമുണ്ട്. വലാ ഫർഖ ഫിർ റളീഇ, മുലയൂട്ടുന്ന കുട്ടിൻ്റെ വിഷയത്തിൽ വ്യത്യാസമില്ല. ബൈന യക്കൂന ആദമിയൻ, അത് മനുഷ്യക്കുട്ടിയാകാം, ഔ ഹയവാനൻ മുഹ്തറമൻ, അല്ലെങ്കിൽ മുഹ്തറമായൊരു ജീവി. അവ മനുഷ്യക്കുട്ടിക്കാണ് മുലയൂട്ടുന്നത്, അല്ലെങ്കിൽ വന്ദിക്കപ്പെടുന്ന ഒരു ജീവിയുടെ കുട്ടിക്കാണ് മുലയൂട്ടുന്നത്. എന്നാൽ ആ വിഷയത്തിന് വേണ്ടിയൊക്കെ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അവിടെ ഉപേക്ഷിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ അവിടെ ഫിദിയയും കൂടി കൊടുക്കേണ്ടി വരും. അതുപോലെ ഗർഭിണിയുടെ വിഷയം അങ്ങനെയാണ്. ഇനി മുലയൂട്ടുന്നവളാണെങ്കിലോ, ഒലൗലി ഹയവാനിൻ മുഹ്തറമിൻ വൈർ ആദമിയൻ, മനുഷ്യനല്ലാത്ത മുഹ്തറമായ ഒരു ജീവിയെ മുലയൂട്ടുകയാണ്. ഒരു ജീവി ഇവളുടെ പാല് കൊടുത്ത് കുടിപ്പിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പാല് കൊടുക്കൽ നിർബന്ധമായി വരുമല്ലോ. അത്തരമൊക്കെ ഘട്ടങ്ങളിലുള്ളൊരു വിഷയമാണ് എങ്കിൽ മനുഷ്യനല്ലാത്ത മുഹ്തറമായ ഒരു ജീവിക്കുട്ടിക്ക് വേണ്ടി മുലയൂട്ടുകയാണ് എങ്കിലും അവിടെയും ഈ ആനുകൂല്യം ഉണ്ട് എന്നാണ്. ഇവിടെ സ്വന്തം കുട്ടിയനാവണം എന്നൊരു നിയമമൊന്നുമില്ല. ഒരു സ്ത്രീ പാല് കൊടുക്കുന്നത്, മുലയൂട്ടുന്നത് സവാവും കാനൽ വലതുൽ മുർലിയ, മുലയൂട്ടുന്ന പെണ്ണിൻ്റെ കുട്ടി തന്നെ ആവണം ഈ കുട്ടി എന്നുള്ളതൊന്നും നിർബന്ധമില്ല. അവളുടെ കുട്ടിയാണെങ്കിലും ശരി, അംല മറ്റാരുടെയെങ്കിലും കുട്ടിയാണെങ്കിലും ശരി. മറ്റാരുടെയെങ്കിലും കുട്ടിക്ക് ഇവളെങ്ങനെ മുലയൂട്ടൽ? ആ കുട്ടിക്ക് മുല കൊടുക്കാൻ വേറെ ആരുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വേറെ സ്ത്രീകളൊന്നും അവിടെ മുലയൂട്ടാൻ പറ്റിയവരില്ല. അങ്ങനെ ആവുമ്പോൾ ഒരു കുട്ടിക്ക് മുല കൊടുക്കൽ നിർബന്ധമാവുമല്ലോ, പാലുള്ള സ്ത്രീകൾ. അല്ലെങ്കിൽ എന്താണ്, അവൾക്ക് ജോലി തന്നെ ഇത് മുല കൊടുക്കലാണ്. അവൾ ഇജാറത്തിന്, കൂലിക്ക്, വാടകയ്ക്ക് മുല കൊടുക്കുന്നൊരു പെണ്ണാണ്. അങ്ങനെ അവൾ കരാറൊക്കെ ഉറപ്പിച്ച് ഒരു കുട്ടീനെ ഏറ്റെടുത്താൽ ആ വിഷയത്തിന് വേണ്ടിയും അവൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫ്രീ ആയിട്ടാണ് പാല് കൊടുക്കുന്നത്, എന്നാൽ അതിന് വേണ്ടിയിട്ടും ഉപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വയജിബുൽ ഇഫ്താറു ഇൻ ഖാഫത്ത് ഹലാക്കൽ വലതി, കുട്ടി നശിച്ചു പോകുമോ എന്ന് പേടിച്ചാലാണ് അവിടെ ഇഫ്താർ നിർബന്ധമാവുക. അഥവാ നോമ്പ് എടുക്കാതെ ഇരിക്കൽ നിർബന്ധമാകൽ ഉപേക്ഷിക്കാം എന്നാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് അതോടുകൂടെ നോമ്പ് നിൽക്കാൻ പറ്റുമെങ്കിൽ, നോമ്പെടുത്തോട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നോമ്പ് നിൽക്കാവുന്നതാണ്. അതൊരു ആനുകൂല്യമാണ്. വേണമെങ്കിൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാം. ഇനി നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാകുന്നൊരു ഘട്ടമുണ്ട്. അതേപോലാണ് ഇൻ ഖാഫത്ത് ഹലാക്കൽ വലതി, ആ കുട്ടിക്ക് നാശം സംഭവിക്കുമെന്ന് പേടിച്ചാൽ. അതുപോലെ ഒക്കതാ യജിബൽ മുസ്തജിറത്തി, അതുപോലെ കൂലിക്ക് വാങ്ങപ്പെട്ട പെണ്ണാണെങ്കിൽ അവൾക്കും എന്ത് ചെയ്യേണ്ടി വരും? കുട്ടിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് വിചാരിച്ചാൽ അവൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ഒരു കാലഘട്ടത്തിന് ആയിട്ടാണല്ലോ, ദിവസത്തിനോ മാസത്തിനോ കൊല്ലത്തിനൊക്കെ വെച്ചായിരിക്കും കൂലിക്ക് വിളിച്ചിട്ടുണ്ടായാൽ. അപ്പോൾ ആ കരാറ് പൂർത്തിയാക്കുന്നത് വരെയും അവൾക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ മുലയൂട്ടാം. അപ്പോൾ അത്യാവശ്യമാണ് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുക. അല്ല, നോമ്പ് ഉപേക്ഷിച്ചാൽ അവിടെ ആകെ പ്രശ്നമാകും എങ്കിൽ നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധമായി വരും എന്നർത്ഥം. ഇനി അവിടെ വാടകയ്ക്ക് വാങ്ങിയ പെണ്ണാണെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ തന്നെ നിർബന്ധമാകുമെന്നാണ് വീക്ഷണം. അവളെ ഒരു കൊല്ലത്തിനോ എത്ര കാലത്തിനാണോ മുലയൂട്ടാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത് അതുവരെ അവൾ മുലയൂട്ടി കൊടുക്കണം. വൈലം തഹഫ് ഹലാക്കൽ വലതി, അവിടെ കുട്ടി നശിച്ചു പോകുമെന്ന് പേടില്ലെങ്കിലും ശരി, അവളൊരു കൂലിപ്പണിക്ക് നിന്നതായതുകൊണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ കളാ വീട്ടേണ്ടത് അവൾ ഈ കുട്ടിയുടെ മേലിൽ ഭയപ്പെട്ട് നോമ്പ് ഉപേക്ഷിച്ചാലാണ്. മറ്റ് രണ്ട് രൂപം കൂടി നമ്മൾ പറഞ്ഞു.
അവൾക്ക് വേണ്ടി അവളുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ച് നോമ്പ് ഉപേക്ഷിച്ചാൽ ഫിദിയ വേണ്ട. അവളുടെ ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ചു, കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ചു, അങ്ങനെയാണെങ്കിലും ഫിദിയ വേണ്ട. ഫിദിയ വേണ്ട രൂപം കുട്ടിയുടെ വിഷയത്തിൽ മാത്രം പേടിയായിട്ട് നോമ്പ് ഉപേക്ഷിച്ചു, അവിടെയാണ്. അതിന് കാരണം പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണല്ലോ നമ്മുടെ നോമ്പ് ഉപേക്ഷിച്ചത് എന്ന കാരണം അവിടെ പറയുന്നത്. പെണ്ണിനെ ആവശ്യമുള്ളൊരു വിഷയമാണെങ്കിൽ ആ പെണ്ണിൻ്റെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കുമ്പോൾ പിന്നെ കുട്ടിയും കൂടി അതിൽ ഉൾപ്പെടുന്നതിൽ കുഴപ്പമില്ല. അതേസമയം അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് നോമ്പ് തോൽക്കാൻ അഭിപ്രായമുണ്ട്. പക്ഷേ കുട്ടിൻ്റെ കാര്യത്തിൽ പേടിയാകുമ്പോൾ വേറെ ഒരു ഒരാളുടെ വിഷയത്തിൽ അവൾ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് അവിടെ ഫിദിയ കടന്നു വരുന്നത്. ഇവിടെ നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളതിനുള്ള മാനദണ്ഡം അവൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ ജായിസാണ് എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞിടത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവൾക്ക് ഈ നോമ്പെടുത്താൽ പ്രശ്നം ഉണ്ടാകും എന്ന് പറയേണ്ടതും തീരുമാനിക്കേണ്ടതും അവൾ സ്വന്തമല്ല. ഷെർവാനി ഇമാം പറയുന്നു, അന്നഹു ലാ ബുദ്ദ മിൻ ഇഖ്ബാരി ത്വബീബിൻ മുസ്ലിമിൻ അദലിൻ, നീതിമാനായ മുസ്ലിമായൊരു ഡോക്ടർ പറയണം നിനക്ക് നോമ്പെടുത്താൽ പ്രശ്നം ഉണ്ടാവുമെന്ന്. അല്ല സ്വന്തം അഭിപ്രായം നിർത്തിയാൽ പറ്റൂല. എവിടെ നോമ്പ് ഉപേക്ഷിക്കാമെന്ന് അനുമതി നൽകപ്പെട്ടോടത്ത്. അതേസമയം നോമ്പ് ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമായ കൂലിക്കൊക്കെ വിളിക്കപ്പെട്ടോടത്തൊക്കെ ആണെങ്കിൽ എന്താണ്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഈ മുലയൂട്ടുന്ന കുട്ടി, ആ കുട്ടി മുസ്ലിം കുട്ടി ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഷെർവാനിമാം വിശദീകരിക്കുന്നു, ഓലോ ഹറബിയൻ അല്ല ഉജുഹി, പ്രബല വീക്ഷണം അടിസ്ഥാനത്തിൽ ഹറബിയായ ഒരു കുട്ടിയാണ്, കാഫിറായ ഒരാളുടെ കുട്ടിയാണ് എങ്കിലും ലിഅന്നഹു മുഹ്തറമുൻ, ആ കുട്ടിക്കും ഇഹ്തിറാമുണ്ടല്ലോ, അതും ആദരിക്കപ്പെട്ടത് തന്നെയാണല്ലോ എന്നതാണ് അതിന് കാരണം പറയുന്നത്. അതെങ്ങനെ അതിൻ്റെ രൂപം, ബിയാൻ ഉസ്തൂജിറത്ത് ഉംറാത്ത മുസ്ലിമായൊരു പെണ്ണിനെ കൂലിക്ക് വിളിക്കപ്പെട്ടു. ലിർലായി വലതി ഹറബിയൻ, ഒരു ഹറബീൻ്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കൂലിപ്പണിക്ക് വന്നവളാണ്. അങ്ങനെ ആയടുത്ത് ഹറബിയൻ്റെ കുട്ടിക്കാണ് മുല കൊടുക്കുന്നതെങ്കിലും ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ അവൾക്കുണ്ട്. കൂലിക്ക് വിളിക്കപ്പെട്ടതാണെങ്കിൽ ഏതായാലും അവൾക്ക് നോമ്പ്, ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞാൽ നോമ്പ് ഉപേക്ഷിക്കൽ അത്യാവശ്യമായി വരും. ഗർഭിണിക്ക് ഭയം വരിക എന്ന് പറഞ്ഞാൽ, പേടി വരിക എന്ന് പറഞ്ഞാൽ, ആ നോമ്പെടുത്താൽ ഗർഭിണിയുടെ ഗർഭം അലസിപ്പോവുകയോ മറ്റോ ഒക്കെ ചെയ്യും, അങ്ങനെ ഭയപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ കുട്ടിക്ക് മുല കൂട്ടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് എടുത്താൽ അവിടെ പാല് കുറയും, അപ്പോൾ കുട്ടിക്ക് കുടിക്കാൻ പാലുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അത് ഈ മുല കൊടുക്കുന്ന പെണ്ണ് സ്വന്തം സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും ശരി, അവൾക്ക് ഈ ആനുകൂല്യമുണ്ട്, അല്ലെങ്കിൽ കൂലിക്ക് കൊടുക്കുകയാണെങ്കിലും ഈ ആനുകൂല്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ വേറെയും കുറേ പെണ്ണുങ്ങളുണ്ട് ഇവൾക്ക്, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളത്. എന്നാൽ തന്നെയും ആരാണോ കുട്ടിനെ ഏറ്റെടുത്തിട്ടുള്ളത് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അവിടെ മറ്റൊരു വീക്ഷണം പറയുന്നുണ്ട്, നോമ്പ് ഇല്ലാത്ത ഒരു മുല കൊടുക്കുന്നൊരു സ്ത്രീ അവിടെ എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിലാണ് ഈ ആനുകൂല്യങ്ങൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നോമ്പ് എടുക്കാൻ ഇപ്പോൾ വേറെ നിൽക്കുക അസൗകര്യങ്ങളുള്ളൊരു പെണ്ണുണ്ട്, അതിനോടുകൂടെ നോമ്പെടുക്കാനൊക്കെ യോഗ്യതയുള്ളൊരു പെണ്ണ് അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ളിടത്താണ് ഒരു വീക്ഷണ വ്യത്യാസം ഉള്ളത് എന്നർത്ഥം. ഈ കുട്ടിയുടെ കാരണത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ച സ്ത്രീ, അവർക്ക് നിർബന്ധമാകുന്ന ഫിദിയ അവരുടെ സ്വത്തിൽ നിന്ന് തന്നെയാണ് അത് വിനിയോഗിക്കേണ്ടത് എന്നാണ് തുഹ്ഫയും മിൻഹാജും സംയുക്തമായി പറയുന്നത്. ഈ പറയപ്പെട്ടിടത്തൊക്കെ നോമ്പ് മുറിക്കണം, ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അവർക്ക് അനുവദനീയമായ ജായിസായ കാര്യമാണ്. പക്ഷേ ആ നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് കുട്ടിക്ക് എന്തെങ്കിലും നാശം ഭയക്കുമോ എന്ന് ഭയപ്പെട്ടാൽ. ഇനി കുട്ടി ഒന്നിലേറെ കുട്ടികൾക്കാണ് ഒരു സ്ത്രീ ഇങ്ങനെ പാൽ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഫിദിയകൾ ധാരാളമായി കൊടുക്കേണ്ടതില്ല, ഒറ്റ ഫിദിയ കൊടുത്താൽ മതി മുലയൂട്ടൽ എന്ന പരിപാടിക്ക്. ഇവിടെ നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ മേലിൽ ഫിദിയ നിർബന്ധമായി വന്നത് റമദാന് നോമ്പ് നോൽക്കേണ്ട ആ പ്രത്യേകമായ ഫളീലത്തിൻ്റെ ആ ടൈം ഇങ്ങനെ ഒരു മുല കൊടുക്കുക, ഗർഭിണിയാവുക എന്ന കാരണം കൊണ്ട് ഈ കുട്ടിയുടെ വിഷയത്തിൽ
വക്തി, അപ്പോൾ ആ സമയത്ത് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ കാരണത്താൽ, ഈ കുട്ടിയുടെ കാരണത്താൽ എന്നതിൻ്റെ പേരിൽ ആ ഫളീലത്തായ ടൈം നഷ്ടപ്പെട്ടു നോമ്പ് നോൽക്കാൻ എന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിദിയ നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ മുലയൂട്ടുന്ന സ്ത്രീകളിൽ അവരുടെ രക്തങ്ങളുടെ വിഷയത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും. ചില സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ഹൈള് ഏതാണോ, ഇസ്തിഹാദത്തിൻ്റെ ബ്ലീഡിങ് രക്തം ഏതാണോ എന്ന് തിരിച്ചറിയാത്തൊക്കെ മുത്തഹയ്യിറത്തായ പരിഭ്രമിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനത്തെ പെണ്ണുങ്ങളാകുമ്പോൾ അവർക്ക് അത് സംശയമാണ്, ശുദ്ധിയുള്ള അവസ്ഥയാണോ അല്ലേ എന്ന വിഷയത്തിൽ സംശയമായതുകൊണ്ട് ഈ കുട്ടിയുടെ പേരിൽ അവർ നോമ്പ് ഉപേക്ഷിച്ചാൽ അതിന് വേണ്ടി ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾ, ഈ ഗർഭിണിയും അതുപോലെ മുലയൂട്ടുന്നതുമായ സ്ത്രീകൾ യാത്രയിലാണ് അവരുടെ ഗർഭകാലങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്ക് രോഗമുണ്ട്, വേറെ എന്തൊക്കെയോ നോമ്പ് നോൽക്കാൻ പറ്റാത്ത സൈസ് രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനത്തെവരാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ നോമ്പ് ഉപേക്ഷിച്ചത്. അപ്പോൾ ഈ ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് എന്താണ്, ഞാൻ രോഗം കാരണമായിട്ട് അല്ലെങ്കിൽ യാത്ര കാരണമായിട്ടാണ് നോമ്പെടുക്കാത്തത് എന്ന ആ വിടവ്, ആ വിടുതി, ആ ഉദറ് അവർക്ക് പ്രത്യേകമായ കൺസെഷൻ അനുവദിച്ചിട്ടുള്ള ആ കൺസെഷൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന് കരുതിയാലും ഇല്ലെങ്കിലും അവർക്ക് ഈ ഫിദിയ കൊടുക്കൽ നിർബന്ധമില്ല എന്നാണ് തുഹ്ഫ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവർ ഈ കുട്ടിക്ക് വേണ്ടി അതുപോലെ ഗർഭത്തിന് വേണ്ടി എന്ന് അവർ കരുതിയാൽ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ റുഖ്സ, ഇതിനൊക്കെയുള്ള കൺസെഷൻ എടുക്കുന്നത് എന്ന് കരുതിയാൽ അവിടെ ഫിദിയ വേണം എന്നാണ് തുഹ്ഫ തുടർന്ന് വിശദീകരിച്ചിട്ടുള്ളത്. ബിഖലാഫി മാ ഇദാ തറഖസത ലിർറളി വൽ ഹംലി. ഇവിടെ പറയപ്പെട്ട ഈ വിധികൾ അഥവാ കുട്ടിയുടെ കാര്യത്തിൽ ഭയപ്പെട്ടതിന് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചാൽ ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞത് അവരെ പോലെ തന്നെയാണ് ഒരു മുഹ്തറമായ വന്ദിക്കപ്പെടുന്ന ഒരു ജീവിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചവരുടെയും വിധി എന്നാണ് മിൻഹാജും തുഹ്ഫയും സംയുക്തമായി പറയുന്നത്. വൽ അസഹു അന്നഹു യുൽഹഖു ബിൽ മുർളിഇ, ഏറ്റവും സഹിഹായ വീക്ഷണം മുല കൊടുക്കുന്നവളോട് ചേർക്കപ്പെടും. മൻ അഫ്തറ ലി ഇൻഖാദി ആദമിയും മുഹ്തറമിൻ, മുഹ്തറമായ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നോമ്പ് മുറിച്ചവനെയും. എങ്ങനെയുള്ള മനുഷ്യനാണ്? മുശ്രിഫിൻ അല ഹലാക്കി, നാശത്തിലേക്ക് തെന്നി വീഴുന്ന ആൾ. അദ്ദേഹം അവയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവളുടെ നോമ്പ് ഉപേക്ഷിക്കൽ മാത്രമേ മാർഗമുള്ളൂ. ഇവളൊരു കുളത്തിലേക്ക് ചാടുകയാണ് ഒരാൾ, അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തണം. ഒരു കുട്ടിയാണ് വീഴുന്നത്, ആ കുട്ടിക്ക് നീന്താനൊന്നും അറിയില്ലോ. അപ്പോൾ ആ വിഷയത്തിലൊക്കെ ആ ഒരു മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു ആദമീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനി അല്ലെങ്കിലും കുളത്തൊക്കെ ചാടി നോമ്പ് മുറിയേണ്ടി വന്നു. എന്നാൽ അങ്ങനെ നോമ്പ് ഉപേക്ഷിച്ചാലും അവിടെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവളുടെ നോമ്പ് അവൾ ഒഴിവാക്കുന്നത് എന്നതിനാൽ അവിടെയും ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. രക്തം ഏതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലുള്ള മുലയൂട്ടുന്നവരുടെ വിധിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെയാണ് ഈ രീതിയിലുള്ള ഗർഭിണിയായ സ്ത്രീയും. ഗർഭിണിക്കും ഹൈലുണ്ടാകാമെന്നാണ് വീക്ഷണം. അതടിസ്ഥാനത്തിൽ അവളും എന്ത് ചെയ്യണം? ആ വിഷയം സൂക്ഷിച്ചിട്ട് അവൾക്ക് സാധാരണഗതിയിൽ ആ ഹൈലുണ്ടാകുന്ന സമയം അല്ലാത്ത മറ്റ് സമയങ്ങൾ കണക്കാക്കിയിട്ട് അവിടെ മറ്റ് ദിവസങ്ങൾക്കൊക്കെ ഫിദിയ കൊടുക്കൽ ആവശ്യമാകും. അപ്പോൾ ഒരു സ്ത്രീക്ക് റമദാനിൽ മുതഹയ്യിറത്തായ ഒരു പെണ്ണാണ്, അവൾ ഗർഭിണിയാണ് എങ്കിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ത്രീയാണ് എങ്കിൽ ഒരു 14 ദിവസത്തെ നോമ്പെടുക്കൽ ആവശ്യമാകുമെന്നാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഷെർവാനി വിശദീകരിച്ചിട്ടുള്ളത്. ഹാദാ ലാഹിറും ഫീമ ഇത് അഫ്തറത്ത് സിത്തത്ത് അഷറ യൗമൻ ഫാക്കല്ല, 16 അതിനേക്കാൾ ചുരുങ്ങിയ ദിവസം ഈ മുതഹയ്യിറത്തായ രക്തം ഏതാണെന്ന് തിരിച്ചറിയാത്ത ഗർഭിണിയായ പെണ്ണ് നോമ്പ് ഉപേക്ഷിച്ചു. അപ്പോൾ അവിടെ ഫൈൻ അഫ്തറത്ത് അസിയതമിൻ ദാലിക്ക, 16നേക്കാളും കൂടുതൽ ദിവസം അവൾ നോമ്പ് ഉപേക്ഷിച്ചാൽ വജബത്തിൽ ഫിദിയത്തു, അവൾക്ക് ഫിദിയ നിർബന്ധമാകും. ലിമാ സാദ, അതിനേക്കാൾ വർദ്ധിതമായ മറ്റ് ദിവസങ്ങൾക്ക്. അഥവാ 30 ദിവസത്തെ നോമ്പാണ് എങ്കിൽ 14 ദിവസം,
അതാണ് അതിനെക്കുറിച്ച് ഷെർവാനി പറയുന്നത്. ഹത്താ ലൗ അഫ്തറത്ത് കുല്ല റമളാന, ഒരു പെണ്ണ് ഈ രക്തം തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ പിന്നെ എപ്പോൾ നോമ്പെടുക്കണം എന്നതിനെക്കുറിച്ചൊന്നും ഒരു തിരുവാടില്ലാത്ത സ്ത്രീ ആയിരിക്കുമല്ലോ. അങ്ങനെ ആകുമ്പോൾ അവൾ റമളാൻ മുഴുവനും നോമ്പ് ഉപേക്ഷിച്ചാൽ ലസിമഹ മഅൽ ഖളാഇ, റമളാനിനെ ഖളാ വീട്ടിലോടുകൂടെ അവൾക്ക് നിർബന്ധമാണ് ഫിദിയത്ത് 14 യൗമൻ, 14 ദിവസത്തെ ഫിദിയ കൊടുക്കുകയും വേണം എന്നാണ് ഇവിടെ ഷെർവാനി വിശദീകരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിച്ച ആളും ഇതുപോലെ ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫിദിയ കൊടുക്കണം എന്ന് പറഞ്ഞെടുത്ത് അതുകൊണ്ട് മുഹ്തറമായ മറ്റ് ജീവികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും നോമ്പ് ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കണമെന്നാണ്. മനുഷ്യനല്ലാത്ത ഒരാട്ടുംകുട്ടി വെള്ളത്തിലേക്ക് ചാടി നിൽക്കുന്നു, നാശത്തിലേക്ക് പോകുന്നു, ഉദാഹരണം. അങ്ങനെയുള്ള വല്ല സംഭവം ഉണ്ടായാൽ അവിടെയും നോമ്പ് ഉപേക്ഷിക്കണം. ആത്മാവില്ലാത്തതും അതുപോലെ തന്നെ ആത്മാവില്ലാത്ത സ്വത്ത് നഷ്ടപ്പെടുന്നു, അത് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവരോട് നോമ്പ് ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിച്ചാലേ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഉള്ള അവസ്ഥയിലുള്ള ആളും അതുപോലെ ഒരു വന്ദിക്കപ്പെടുന്നൊരു ജീവി, ആട്ടുംകുട്ടിയെ പോലുള്ളൊരു ജീവി, അതിനിപ്പോൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അപകടമാണ്. അങ്ങനെയുള്ള അവസ്ഥ മുൻകൂട്ടി കാണുന്നുണ്ട് എങ്കിൽ അവിടെ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഉപേക്ഷിക്കാം. പക്ഷേ ഇതിവിടെ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ല എന്നതുകൊണ്ട് അവിടെ ഫിദിയ കൊടുക്കേണ്ടതില്ല, നോമ്പ് മാത്രം ഖളാ വീട്ടിയാൽ മതി എന്നാണ് തുഹ്ഫ വിശദീകരിച്ചിട്ടുള്ളത്. വഖറജ ബിൽ ആദമി ബി അഖ്സാമിഹി അൽ അഹ്വാനുൽ മുഹ്തറം വൽ മാലുൽ മുഹ്തറം അല്ലദി ലാ റൂഹ ഫീഹി, ആത്മാവില്ലാത്ത മുഹ്തറമായ സ്വത്തും ആത്മാവുള്ള മുഹ്തറമായ മറ്റ് ജീവികളും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചിട്ട് ശ്രമിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി, അതിന് ഫിദിയ കൊടുക്കേണ്ടതില്ല. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ബാധകമായല്ല, ഇത് പുരുഷന്മാർക്കും കൂടി ബാധകമായ നിയമം ആണ്. അപ്പോൾ ഗർഭിണിയായ സ്ത്രീകളും മുലയൂട്ടുന്ന സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് അവർ കുട്ടിൻ്റെ വിഷയത്തിന് മാത്രം നോമ്പ് ഉപേക്ഷിച്ചാലാണ് അവർ ഫിദിയ കൊടുക്കേണ്ടതുള്ളൂ. കുട്ടിയെയും അവരെയും ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ രണ്ടാളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടതില്ല, ഫിദിയ കൊടുക്കേണ്ടതില്ല. ഈ ഗർഭിണിയും അതുപോലെ മുലയൂട്ടുന്ന അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചെങ്കിൽ അതിനും കൊടുക്കേണ്ടതില്ല. കുട്ടിൻ്റെ വിഷയത്തേക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാവുമ്പോഴേ കൊടുക്കേണ്ടതുള്ളൂ. കുട്ടിയെയും അതുപോലെ ഈ രണ്ട് സ്ത്രീകളെയും കുട്ടിയുടെ കാര്യത്തിനും ഇവരുടെ സ്വന്തം ശരീരത്തിനും സംരക്ഷണം കിട്ടണം, പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന നിലക്കാണെങ്കിലും ഫിദിയ വേണ്ട. കുട്ടിൻ്റെ വിഷയത്തിൽ മാത്രം ഫിദിയ കൊടുത്താൽ മതി എന്ന് വ്യക്തം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.